കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൊന്നു ഹാളിൽ പോയിട്ട് അജയുടെ ഫോട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അമൃത എഴുന്നേറ്റിട്ട് പറഞ്ഞു, പൊന്നു നീ എന്ത് പരിപാടിയാ കാണിക്കുന്നേ? നല്ല ഫോട്ടോ അല്ലേ, അതെന്തിനാ കട്ട് ചെയ്യുന്നേ? അതെ, ഇതെനിക്ക് അജയ് ചെറിയച്ഛൻ തന്ന, എന്നോട് എടുത്തോളാൻ പറഞ്ഞു. ഓ, എന്നാ നീ എന്ത് വെള്ളം ചെയ്തോളാൻ പറയാണ്. ഈ സമയം അവിടെ ഒരു പത്രം കൂടെ കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് പൊന്നു അതെ ആ പത്രം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ചാടി വീണു. ആ പത്രം കൂടെ താ വച്ചെന്ന് പറഞ്ഞിട്ട്, എന്താ മുത്തശ്ശി? അതെ, ഈ പത്രം അങ്ങനെ വെട്ടിക്കീറി നശിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് അമല് വന്നേ. അമല് പറഞ്ഞു, എന്താ ഇവിടെ മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിൽ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കാം. ദേ ഇവള് കണ്ടില്ലേ, ആ പത്രമാണെ വെട്ടിക്കീറി നശിപ്പിക്കാൻ തുടങ്ങുക. സൂര്യൻ ഇത് വായിച്ചിട്ട് കൂടെ ഉണ്ടാവില്ലെന്ന് പറയാം. അതെ, വെറുതെ കള്ളത്തരം പറയരുത്. ഞാൻ ആ പത്രം ഒന്നും വെട്ടിക്കീറി നശിപ്പിക്കാൻ വന്നൊന്നുമില്ല. മുത്തശ്ശി വെറുതെ പറയുന്നതെന്ന് പറയാം. അതെ, ഇവളുടെ മിക്കവാറും മുടിയും കൂടെ മുറിക്കും ആ കത്രി വെച്ച്. അവളുടെ കൈ കത്രി ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു. ശരണ്യ ചോദിച്ചു, അല്ല അതെന്താ മുത്തശ്ശിയെ മുടി മുറിക്കാൻ പോവാണെന്ന് ചോദിക്കും. അതല്ല, അവളുടെ കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയാം. മനസ്സിലായെന്ന് പറയാണ്. അതെ, മോളും ഇങ്ങോട്ട് വാന്ന് പറയാണ്. അങ്ങനെ അമൽ എന്ത് ചെയ്യാണ്, പൊന്നൂസിനെയും കൊണ്ട് അങ്ങോട്ട് പോവാ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്നും ഇരിക്കുന്നില്ല. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എന്തേലുമൊക്കെ പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നേ. കൊച്ച് ഒന്നിലാണെങ്കിലും കൊച്ചിന്റെ നാക്ക് MBBS പഠിക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടതും അമൃതേ ശരണ്യയും കൂടെ ചിരിക്കുവാണ്. അങ്ങനെ അമൽ എന്ത് ചെയ്യാണ്, അവളെ പൊന്നൂസിനും കൂടെ അങ്ങോട്ട് പോയ പൊന്നൂസ് പറഞ്ഞു, അല്ല ചെറിയച്ച, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ ഫോട്ടോ ഇതെവിടെ ഒട്ടിക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഒരു ആൽബം പോലൊരു ബുക്കുണ്ട് പൊന്നൂസിന്റെ കയ്യില്. അതോ, അതിങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. പൊന്നൂസ് ഇവിടെ ഒട്ടിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ഒരു പേജ് എടുത്ത് കാണിക്കുക. ഇവിടെ ഒട്ടിച്ചോളാൻ പറയണം. അങ്ങനെ അമലും പൊന്നൂസും കൂടെ ഇരിക്കുക കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ കാഴ്ച കണ്ടപ്പം ശരണ്യ ചോദിച്ചു, അല്ല അമലേട്ടൻ എപ്പോഴും പൊന്നൂസിന്റെ കൂടെയാണോ കളിയും ചിരിയെന്ന് ചോദിക്കുക. അമൃത പറഞ്ഞു, അതെ, പൊന്നൂസിനെ അമലിന് അത്രയ്ക്ക് ജീവനാ. ഇനിയിപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മാറും. ഉടനെ കല്യാണം കഴിയുമല്ലോ. അജയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത അമലിന്റെ ഊഴ. അമലിന്റെ കല്യാണം ഉടനെ കാണുമെന്ന് പറയാ. ഇത് കേട്ടതും ശരണ്യ ഇങ്ങനെ അമലിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ശരണ്യക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് അമലിനോട്. പിന്നീട് നിരഞ്ജന ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ നോക്കുമ്പോഴോ ഒരു ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ബുക്ക് കണ്ടതും പെട്ടെന്ന് ആ ബുക്ക് പോയി എടുത്തു നിരഞ്ജന. കൊള്ളാം, കഴിഞ്ഞ പ്രാവശ്യം അവൻ തനിക്ക് അവസാനമായിട്ട് കണ്ടപ്പോ ഗിഫ്റ്റ് തന്ന ബുക്കാണിത്. എന്ത് പറയാനാ, ഇനിയിപ്പം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. പെട്ടെന്ന് ചില ചിന്തകളൊക്കെ നിരഞ്ജയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. താൻ എന്തിനു വിട്ടുകൊടുക്കണം? ഒരു കാരണവശാലും അവന് അപർണയുടെ കഴുത്തിൽ താലി ആർത്തരുത്. തന്നെയാണ് അവന് സ്നേഹിച്ചത്, തന്നോടാണ് ഇഷ്ടം പറഞ്ഞ്. താനും അവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നെന്തിന് അവൻ മറ്റൊരാളുടെ കഴുത്തിൽ താലി ആർത്തണം? ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇല്ല അജയ്, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് കണ്ടത് പിന്നെ ഞാൻ സ്റ്റേറ്റിലേക്ക് പോലും പോകാതെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ കഴിഞ്ഞ് പോകാൻ കുറെ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ പോയില്ല. എന്റെ മനസ്സ് നിറയെ നീയായിരുന്നു. ആദ്യമായിട്ട് നീ എന്നോട് പ്രണയം പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു നവംബറിൽ അന്ന് നീ ഇടുന്ന ഡ്രസ്സിന്റെ കളർ പോലും എനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് അത് മറക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും കാലം നിന്നോടുള്ള പ്രണയം മാത്രമായിരുന്നില്ല, പല സ്വപ്നങ്ങളും ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അജയ്. എനിക്ക് നിന്നെ വേണം, നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരഞ്ജന. നിരഞ്ജന പറഞ്ഞു, ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നീ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള്. നിന്നെ ഞാൻ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്വന്തമാക്കുകയും ചെയ്യും. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും. അജയ്, നീ കാത്തിരുന്നോ, നിന്റെ ഹൽദിക്ക് ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയുക. പിന്നീട് കാണിക്കുന്നത് ശരണ്യ ജെസിക്ക ഫോൺ ചെയ്യുകയാണ്. എന്താ ജെസിക്ക, നിനക്ക് ഇതൊന്നും പോരാ, ഇനി എന്താ നിന്റെ പ്രശ്നം എന്താന്ന് ചോദിക്കും. അല്ല, ഞാൻ അന്ന് അയച്ച മെസ്സേജ് ഒക്കെ അത് അമൃത കണ്ടിട്ടുണ്ടെന്ന് പറയാം. ചിലപ്പോൾ അവൾ സ്ക്രീൻഷോട്ടും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും പറഞ്ഞു, നിനക്കിപ്പോ തൃപ്തി ആയല്ലോ അല്ലേ? നിനക്ക് എന്തിന്റെ കേടായിരുന്നു ജെസിക്ക? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരണ്യ ഇഷ്ടമാ, അതുകൊണ്ടാന്ന് വേണം. ദേ ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കരുതെന്ന് പറയണം. ഇത് അമൃത അറിഞ്ഞിട്ടും അമൃത എന്നോട് ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എന്താ കാര്യം എന്ന് എനിക്ക് അറിയില്ല. അത് മാത്രമല്ല, ഞാൻ വോയിസ് ക്ലിപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ കൂടെ. അതും അമൃത കണ്ടു കാണുമായിരിക്കും. ആകെപ്പാട്ട് ടെൻഷനായിപ്പോയി ശരണ്യ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ശരൺ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാം. ജെസിക്ക പറഞ്ഞു, അമൃതയോട് എങ്ങനെയും സംസാരിക്കുക. ഒരു പക്ഷേങ്കിൽ ആ മെസ്സേജസ് ഒക്കെ അവളുടെ ഫോണിനകത്തുണ്ടെങ്കിലോ, അവൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജോബിനെ അങ്ങനെ കൊണ്ട് കാണിച്ച അതോടുകൂടി തീരും. കഴിഞ്ഞ പ്രാവശ്യം ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന്
ശരണേട്ടനെ ഭയങ്കര വിശ്വാസമാണ് ജോബിക്ക്. അതുകൊണ്ടാണ് ഒന്നും പറയായിരുന്നേ. പക്ഷെങ്കിൽ തെളിവുകളുമായിട്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ, അമൃത വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. എന്റെ ജീവിതം തരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ പറയാം. ഇത് കേട്ടതും ശാരൻ പറഞ്ഞു, ഞാനെന്തായാലും നിന്നെ രക്ഷിക്കണേ. എന്തായാലും പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ തടിയൂരും. ഞാനെങ്കിലും മെസ്സേജ് അയച്ചിട്ടില്ല. പിന്നെ എന്തിനാ കുഴപ്പം? നീ വേണേ നിന്നെ നോക്ക്. നിനക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വെറുതെ മനുഷ്യനെ ഇട്ട് കുരങ്ങളിപ്പിക്കാനായിട്ട്. വെച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. ഈ സമയത്ത് ശരണ് പറഞ്ഞ ടെൻഷൻ. ഒരു പക്ഷെ അമൃത ആ മെസ്സേജിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരിക്കോ? അതുകൊണ്ടാണ് അവളൊരു അകൽച്ച പാലിക്കുന്നത്. തന്നോട് ഇപ്പൊ അവൾ അങ്ങനെ സംസാരിക്കാറില്ല. ജെസ്സിക്കയുടെ കാലത്തെ കൂടി ചോദിക്കാറ് പോലും ഇല്ല. ഒരു പക്ഷേങ്കില് അവൾ ഇതിന് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ? അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നീട് നേരെ ശരൺ വിളിക്കുന്ന അമൃതേനെയായിരുന്നു. അമൃതേനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അമൃത, നീ എന്തെടുക്കുക? ഞാനിവിടെ വെറുതെ ഇരിക്കുവാന്ന് പറയാണ്. അല്ല എന്താ ഇപ്പൊ വിളിച്ച കാര്യം എന്നാ? അല്ല ഞാനിങ്ങോട്ട് പോകുന്നല്ലോ, കല്യാണമൊക്കെ അല്ലേ, അവിടെ നല്ല തിരക്ക് സമയമൊക്കെ ആണല്ലോ. അതെ, തിരക്കൊക്കെ ഉണ്ട്. അല്ല ഞാനും കൂടെ അങ്ങോട്ട് വന്നാലോന്ന് ഓർത്ത് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാലേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ശരൺ കല്യാണത്തലേ നിങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാ. എന്താ അങ്ങനെ പറഞ്ഞേ? അതിന്റെ ആവശ്യമുള്ളൂ. ശരണം ഒത്തിരി തിരക്കുള്ള ആളല്ലേ എന്ന് പറയാ. ശരണ് മനസ്സിലായി, ഇവള് പിടി തരുന്നില്ലോ. ഇനി എങ്ങനെ ഇവളുടെ മനസ്സൊന്ന് മനസ്സിലാക്കുന്നത്? അവസാനം രണ്ടും കൽപ്പിച്ചു വെച്ചു. അല്ല ജെസ്സിക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചു നീ കണ്ടായിരുന്നു എന്ന് ചോദിക്കും. എന്തും മെസ്സേജ്? ഞാനൊരു മെസ്സേജും കണ്ടില്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും മെസ്സേജ് അയച്ചിരുന്നോ ശരണേന്ന് ചോദിക്കുക. ശരണ ആകപ്പേടെ പെട്ടുപോയി. ഇനി ഇനിയിപ്പോ എന്താ പറയണേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല അത് പിന്നെ എന്ത് പറ്റി? ഞാൻ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. ജെസ്സിക്കിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ എപ്പോഴേ വിട്ടാ. അതൊക്കെ നമ്മൾ തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങളല്ലേ. പിന്നെ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നത്? അതെ, എനിക്ക് അല്പം ധൃതിയുണ്ട്. നല്ല ജോലിയുണ്ട് ഇവിടെ. ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് വെക്കുക. വല്ലാത്ത എതിരായിപ്പോയി ശരൺ. ഒന്നും അവളുടെ മനസ്സ് പിടികിട്ടുന്നില്ല എതിരായിട്ടും. പിന്നീട് അമൃത പോയിരിക്കുന്ന സമയത്ത് അമൃതയുടെ അടുത്തേക്ക് ശരണ്യ വരുവാണ്. ശരണ്യ വന്നിട്ട് ചോദിച്ചു, അല്ലേ ഏട്ടത്തി എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കാം. എന്താ ആലോചിച്ചോണ്ടിരിക്കുകയാണ്? നിന്റെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജെസ്സിക്ക് അയച്ച മെസ്സേജ് വല്ലതും കണ്ടോന്നൊക്കെ. എന്നിട്ട് ഏട്ടത്തി എന്താ പറഞ്ഞു? ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും വിസ്തരിക്കാൻ പോയില്ല. എനിക്ക് തിരക്കണമെന്നും പറഞ്ഞ് കട്ട് ചെയ്തെന്ന് പറയാ ഫോണ്. അല്ലേലും പറഞ്ഞിട്ട് കാര്യമില്ല. ജെസ്സിക്കാന്ന് പറഞ്ഞ പെണ്ണ് വിളിക്കുമ്പോഴത്തേന് ഓടിപ്പാട്ട് നിന്റെ ഏട്ടൻ ഇരുന്നിട്ടല്ലേ. അതൊക്കെ എന്റെ അനിയന്മാരെ ചേട്ടന്മാരെ കണ്ടുപിടിക്കുക. ഇന്ന് വരെ ഒരു പെണ്ണിന്റെ പുറകെ പോയിട്ടില്ല, ഒരിടത്തേക്കും ചാഞ്ഞിട്ടില്ലെന്ന് പറയാ. നിന്റെ ചേട്ടന്റെ കയ്യിൽ തന്നെയാ. പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അമൃത ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ്. പിന്നീട് സൂര്യനാരായണൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിശ്വനാഥനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് അബി വരുന്നത്. അബിയോട് പറഞ്ഞു, എടാ മോനെ, വിശ്വനായി വിളിച്ചേ. അവൻ പറഞ്ഞ് ഹൽദിയെ കുറിച്ചൊക്കെയാ സംസാരിച്ചേ. നാളെ ഹൽദി അല്ലേ, അപ്പൊ ഹൽദി ചടങ്ങിന് നല്ല ഗംഭീരമായിട്ട് വേണമെന്നൊക്കെയാ വിശ്വനാഥൻ പറയണേ. അതച്ചാ ഇപ്പോഴല്ല ഇങ്ങനെയൊക്കെ തന്നെയാ. നോർത്ത് ഇന്ത്യ സ്റ്റൈൽ പോലെ ഹൽദി ആയിട്ടും എല്ലാ കാര്യങ്ങളുമായിട്ടും കല്യാണത്തിന് സേവ് ദ ഡേറ്റ് 100 കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ. അത് പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. ഒറ്റ മോളല്ലേ ഉള്ളൂ. അപ്പൊ അത് ഗംഭീരമായിട്ട് നടത്താനായിട്ട് അവന് തീരുമാനിക്കില്ലെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ അച്ഛന്ന് പറയാം. പക്ഷേ അച്ഛ ഒരു കാര്യമുണ്ട്. എന്താ? അതെ, ആ പെൺകുട്ടി ഉണ്ടല്ലോ അപർണ. ആ അപർണ അജയനെ നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്നു പോലും. നേരത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അതെ, നമ്മൾ കല്യാണം ആലോചിച്ച് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് അജയനെ ഇഷ്ടമായിരുന്നു. ഒരു പക്ഷേങ്കില് നമ്മൾ അങ്ങോട്ട് വിവാഹം ആലോചിച്ച് ചെന്നില്ലായിരുന്നു കൂടി അവരിങ്ങോട്ട് വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നേനെന്ന്. അത് നിന്നോട് ആരാ പറഞ്ഞേ? അതെ, തമ്പിയുടെ ഇതില് എനിക്കും ഉണ്ട് ആൾക്കാർ, ചാരന്മാരൊക്കെ ഉണ്ട്. അവര് പറഞ്ഞ കാര്യങ്ങളാന്ന് പറയാം. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ടോ മോനെ, ഇപ്പോഴും അജയുടെ മുഖത്തൊരു തെളിച്ചവും കാണുന്നില്ലോ. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അവന്റെ മുഖം ഒന്നും തെളിഞ്ഞു കണ്ടിട്ടില്ല. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ, അവൻ ഈ കല്യാണത്തിന് ഒരു താല്പര്യക്കുറവുള്ള പോലെ തോന്നുവാന്ന് പറയാ. അങ്ങനെയൊന്നുമില്ല അച്ഛാ, അതൊക്കെ നമുക്ക് തോന്നുന്നാന്ന് പറയാ. എന്തോ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാണ്. അച്ഛനന്ന് ഓർത്തിന് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല. അജയുടെ വിവാഹം നമ്മൾ ഉറപ്പിച്ച മുഹൂർത്തം തന്നെ മംഗളകരമായിട്ട് നടക്കുമെന്ന് പറയാം. പിന്നീട് അജയ് മുറിയിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമൃതയും ശരണ്യയും കൂടെ അങ്ങോട്ട് വരുന്നത്. അമൃത വന്നിട്ട് പറഞ്ഞു, അജയ് അതെ ശരണ്യക്ക് ആ ഹൽദിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് കാണണമെന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ട, അത് ആ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അമൃത നീ അങ്ങ് എടുത്തു കൊടുക്കാൻ പറയണം. അങ്ങനെ അമൃത എന്ത് ചെയ്യണം, ആ ഷെൽഫിൽ ഇരിക്കുന്ന ഡ്രസ്സ് അങ്ങെടുത്ത് കൊടുക്കുക. ഹൽദിയുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് കൊള്ളാല സൂപ്പർ ആയിട്ടുള്ള ശരണ്യം പറയാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഏട്ടത്തി അമ്മയെന്ന് പറയണേ. ഈ സമയത്താണ് അമൃതനെ അങ്ങോട്ട് വിളിക്കുന്നത്. അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു പക്ഷേ ചിലപ്പം ആ ഡ്രസ്സ് തുന്നുന്ന ചേച്ചി വന്നിട്ടുണ്ടായിരിക്കും അളവെടുക്കാനായിട്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പോവാ. നീ അത് അതിനുശേഷം അലമാരിക്കത്തേക്ക് മടക്കി വെച്ചാക്കാൻ പറയാ. അങ്ങനെ കണ്ടതിന് ശേഷം അലമാരിക്കത്തേക്ക് മടക്കി വെക്കുന്ന സമയത്താണ് ശരണ്യ കാണിച്ചു കാണുന്നത്. നിലത്തൊരു ഫോട്ടോ കിടക്കുന്നു. പെട്ടെന്ന് ശരണ്യ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം അജയും നിരഞ്ജനയും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ്. പെട്ടെന്ന്
ശരണി എന്ത് ചെയ്യണം, ആ ഫോട്ടോയുമായിട്ട് നേരെ അജയുടെ അടുത്തേക്ക് എത്തുവാണ്. അപ്പൊ അജയുടെ മുന്നിലേക്ക് ഇട്ടിട്ട് ഇതെന്താന്ന് ചോദിക്കുവാണ്. അജയ് ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.